രാത്രി ലൈവില് ഋഷിയും അൻസിബയും ഫുഡ് കഴിക്കുന്ന സമയത്ത് പുറത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്സരയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്സര അട്ടർലി ഫേക്ക് ആണെന്നാണ് രണ്ടുപേരും ഇരുന്ന് പറയുന്നത്. അപ്സരയ്ക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ ഇരട്ട മുഖമാണ് അവിടെ അപ്സര കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുറമേക്ക് നല്ലൊരു വ്യക്തിയാണെന്ന് ജനങ്ങളെ കാണിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്സരയുടെ ഒരു വൃത്തികെട്ട മുഖമാണെന്നാണ് അവർ പറയുന്നത്. ഇന്നിപ്പോൾ അടിയുണ്ടായ സമയത്ത് ജാസ്മിനും റസ്മിനും തമ്മിലുള്ള അടിയുടെ സമയത്ത് അവിടെ ഓടി വന്നു നിന്ന് അവിടെ ആളാവാൻ ശ്രമിച്ചു എന്നാണ് അവിടെ അൻസിബ പറയുന്നത്. അവിടേക്ക് ഓടി വരേണ്ട ആവശ്യം അപ്സരയ്ക്കില്ല, എന്നിട്ട് അവിടെ വലിയ സീനുണ്ടാക്കി വലിയ ആളാവാൻ ശ്രമിക്കുകയായിരുന്നു അപ്സര എന്നാണ് പറയുന്നത്. കണ്ടന്റ് ഇല്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്സര ഇതുവരെ ഉണ്ടായിരുന്നത്. കണ്ടന്റ് ദാരിദ്ര്യം അപ്സരയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ന് അതുകൊണ്ട് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കി. ഇന്ന് ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോക്കും ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ കിട്ടിയ അവസരമായിരുന്നു ആ വഴക്ക്. അവിടെ ഓടി വന്ന് നിന്നുകൊണ്ട് വലിയ ആളാവാനുള്ള ശ്രമം നടത്തിയെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അൻസിബ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അവൾ ഒരിക്കലും ഫൈനലിൽ എത്തില്ല എന്ന്. ഫൈനലിൽ അപ്സര എത്തില്ല, അതിനു മുൻപേ അവിടെ അപ്സര ഔട്ടായി പോകുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് ഋഷിയും ശരിവെക്കുന്നുണ്ട്. ശരിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അൻസിബ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു എന്നാണ് പറയുന്നത് അൻസിബ. ക്ഷമിക്കരുത്, ചിലരോടൊന്നും ഒരു കാലത്തും ക്ഷമിക്കരുത് എന്നാണ് ഞാൻ പഠിച്ചതെന്ന്. ഗബ്രിയുടെ അടുത്ത് ഒരു ദിവസം മോർണിംഗ് ടാസ്കിൽ നമുക്ക് ക്ഷമിക്കാനുള്ള വല്ല കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഗബ്രിയുടെ അടുത്തും ജാസ്മിന്റെ അടുത്തും ഞാൻ ക്ഷമിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഗബ്രി പോണ സമയത്ത് ഞാൻ കെട്ടിപ്പിടിച്ചതും എല്ലാം സോറിയൊക്കെ പറഞ്ഞ എല്ലാം ഓക്കെ ആക്കിയതും. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവരുടെ അടുത്തൊന്നും ക്ഷമിക്കരുതെന്ന്. അപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാലത്തും ജാസ്മിന്റെ അടുത്തും അപ്സരയുടെ അടുത്തും ക്ഷമിക്കരുത് എന്നൊരു പാഠാണ് ഞാൻ പഠിച്ചത് എന്നാണ് അവിടെ ഇരുന്ന് അൻസിബ പറയുന്നത്. ഇവർ രണ്ടുപേരെയും കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല. ഇവർ രണ്ടുപേരുടെ അടുത്തും ജന്മത്ത് ക്ഷമിച്ചു പോകരുത്, അവരായിട്ട് കൂട്ടുകൂടരുതെന്ന് ഞാൻ പഠിച്ചു എന്നാണ് അൻസിബയും ഋഷിയും ഇരുന്ന് സംസാരിക്കുന്നത്. അപ്സര വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്നും അവിടെ ഗെയിമിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് ഒരു മടിയുമില്ലാത്ത ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള വ്യക്തിയാണ് എന്നാണ് ഋഷിയും അൻസിബയും അപ്സരയെ കുറിച്ച് ലൈവിലിരുന്ന് രാത്രി സംസാരിച്ചുകൊണ്ടിരുന്നത്.